വിഷു ആയതുകൊണ്ട് തന്നെ മക്കളേനെ ഒന്ന് സുന്ദരകുട്ടപ്പന്മാരാക്കാമെന്ന് വിചാരിച്ചിട്ട് മുടി വെട്ടാനും അതുപോലെ അവർക്ക് ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പം ഞങ്ങളവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് അമ്മേനെ കാത്തിരിക്കണം. ഞങ്ങൾ കാത്തു നോക്കിയിരിക്കുന്ന വഴി കൂടെ അല്ല, അമ്മ ഞങ്ങളുടെ പിന്നിൽ കൂടെ കേട്ടോ വന്നത്. അപ്പോൾ അമ്മ പറയാം, നിങ്ങളിവിടെ നോക്കിയിട്ടിരിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾ നേരെ തുണിക്കടയിൽ പോയി ഞാൻ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു, അതുപോലെ അമ്മ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങിക്കാൻ വന്നു. വിഷുവിന് കുറച്ച് പച്ചക്കറിയുടെയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞങ്ങൾ വാങ്ങിച്ച് നേരെ ഞങ്ങളെ ബാർബർ ഷോപ്പിലാക്കിയിട്ട് അമ്മ വീട്ടിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കണം. അവിടെ റിയാസേട്ടൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിയാസേട്ടനായ കാരണം നമുക്ക് വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു ബാർബർ ഷോപ്പിലേക്കാണ് വരിക. നമ്മൾ ഉസ്താദ് ഹോട്ടലിൻ്റെ നേരെ അടുത്തുള്ളൊരു കടയാണ് കേട്ടോ. അവിടുത്തെ ഏട്ടന്മാരെണീറ്റ് നല്ല പരിചയം. അപ്പം വന്ന് നല്ല കമ്പനി ആയിരിക്കണം. എല്ലാ മാസവും വരണമല്ലോ മുടി വെട്ടാനായിട്ട്. നമ്മുടെ കിച്ചുവിൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മുടി വെട്ടണത്. ഒരു പ്രാവശ്യം ഫുൾ അലമ്പായിരുന്നു, എന്നാലും ഒരു വിധം സെറ്റപ്പാക്കി ഞങ്ങൾ വെട്ടിയെടുത്തു. അന്ന് എൻ്റെ മേത്തൊക്കെ കയറിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു വിധത്തിലാണ് മുടിയൊന്ന് വെട്ടി ആളേനെ കോലത്തിലാക്കി എടുത്തത് കേട്ടോ. ഇതിപ്പം എന്താണെന്നറിയില്ല, ഏട്ടന്മാർ മുടി വെട്ടണം കയറിയിരിക്കുന്നത് കണ്ടിട്ട് മൂപ്പരും ഓടിപ്പോയിട്ട് കയറിയിരുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല സുഖമായിട്ടിരുന്നു. പിന്നെ അവസാനം എത്തുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മൊബൈലിൽ ആനയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പരിയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊരു ആനയുടെ ഷോർട്സും വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു, പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇരുത്തിയൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ മുടി വെട്ടലൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. ഇപ്രാവശ്യം എൻ്റെ മേത്ത് കയറിയില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ഞാനെടുത്തിട്ടാണ് ബാക്കി ഷേപ്പാക്കലും ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെ സെറ്റപ്പായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ആ ചേട്ടൻ തന്നെ ഒരു ഓട്ടോ വിളിച്ചെന്നു. അത് കഴിഞ്ഞ് ഇതേ വീട്ടിൽ വന്നിട്ട് കണിക്കൊന്ന പൊട്ടിക്കണ തിരക്കാണ്. അമ്മ കണിക്കൊന്നില്ല, വേഗം പൊട്ടിക്കണോ, നമുക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ധൃതി കൂട്ടൽ തുടങ്ങി. അമ്മയ്ക്ക് കുറച്ച് മനക്കിരിക്കും കൊടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കണിക്കൊന്നൊക്കെ പൊട്ടിച്ച് വന്നിട്ട് നേരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി. പിന്നെ നമ്മളെ പടക്കം പൊട്ടിക്കൽ. വിഷു പൂർണ്ണമാവുക പടക്കം കൂടി ആകുമ്പോഴാണല്ലോ.